കാശ്മീരിലെ ശ്രീനഗറിലുള്ള റൂസാബൽ എന്നറിയപ്പെടുന്ന ഒരു ശവകുടീരമുണ്ട്. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെതാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ശ്രീനഗറിലെ ഖന്യാർ എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റൂസാബൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രവാചകന്റെ ശവകുടീരം എന്നാണ്. ഇവിടെ രണ്ട് കബറിടങ്ങളാണ് ഉള്ളത്. ഒന്ന് യൂസ ആസാഫ്, ഇത് യേശു ക്രിസ്തുവിൻ്റെതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് സയ്യിദ് നസീറുദ്ദീൻ, ഇത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം സൂഫി വര്യന്റേതാണെന്നും കരുതപ്പെടുന്നു. ഒരുപാട് തർക്കങ്ങളുള്ള ഒരു വിഷയമാണിത്. യേശു ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചിലർ അദ്ദേഹം ഇന്ത്യയിൽ വന്നു എന്ന് വിശ്വസിക്കുകയും ചിലർ അദ്ദേഹം അങ്ങനെ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രന്ഥമുണ്ട്, ഭവിഷ്യ പുരാണം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള, അതിനും മുകളിൽ പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ശാലിവാഹന രാജാവും യേശു ക്രിസ്തുവും ഹിമാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി എന്ന തരത്തിൽ ഒരു സന്ദർഭം അതിനകത്ത് പറയുന്നുണ്ട്. ഈ ഭവിഷ്യപുരാണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ പ്രതിസർഗ പർവ്വത്തിലാണ് ശാലിവാഹന രാജാവ് ഹിമാലയത്തിലെ ഹൂണദേശത്ത് വെച്ച് വെളുത്ത വസ്ത്രധാരിയായിട്ടുള്ള ഒരു പുരുഷനെ കണ്ടുമുട്ടിയതായിട്ട് വിവരിക്കുന്നത്. ആ കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്: ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ വെച്ചാണ് രാജാവ് ഒരു ദിവ്യ പുരുഷനെ കണ്ടത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അങ്ങ് ആരാണ്? ആ സമയത്ത് സംസ്കൃതത്തിലാണ് ഈ ഗ്രന്ഥം, ആ സംസ്കൃതത്തിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നതും. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് താൻ ഈശപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ ആണ് എന്നും ഒരു കന്യകയിലാണ് തന്റെ ജന്മം ഉണ്ടായത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാട് കൂടി ഞാൻ ഇതിനകത്ത് പങ്കുവയ്ക്കാം. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജീസസ് ആയിരുന്നു അതെന്ന് സ്ഥാപിക്കുകയോ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു എന്ന് സ്ഥാപിക്കുകയോ അല്ല, മറിച്ച് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുക എന്നത് മാത്രമാണ്. ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഈ കാര്യത്തെയും രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ശാലിവാഹന രാജാവെന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജീവിതകാലവും ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലഗണന പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു കൂടിക്കാഴ്ച സാധ്യമാണ്. എന്ന് വെച്ചാൽ ജീസസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ശാലിവാഹന രാജാവിനെ കാണാനും അവിടെ ഒരു സംഭാഷണം നടക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നത് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കാലയളവിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടാകാം എന്ന വിശ്വാസത്തെ പിന്താങ്ങുന്നവർ ഈ ഒരു വിഷയത്തെ ഉയർത്തി കാണിക്കാറുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതിന്റെ മറ്റൊരു വശവും കൂടി നമ്മൾ പറയണമല്ലോ. ഭവിഷ്യപുരാണത്തിലെ ഈ ഭാഗങ്ങൾ ചിലപ്പോൾ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും കൂട്ടിച്ചേർത്തതാകാം എന്ന് കരുതുന്ന ഗവേഷകരുമുണ്ട്. ഭവിഷ്യപുരാണം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉള്ള നിലനിൽക്കുന്ന ഒരു പുരാണമാണ്. പക്ഷെ എന്നാൽ പോലും കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പലപ്പോഴായിട്ട് കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായേക്കാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടിച്ചേർക്കൽ പിൽക്കാലത്ത് ഇതിൽ നടന്നതാണോ എന്ന വാദം തള്ളിക്കളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രണ്ടിനും സാധ്യതയുണ്ട്. സംഭവിച്ചതുമാകാം, പിൽക്കാലത്ത് ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും കൂട്ടിച്ചേർത്തതുമാകാം. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പ്രധാന വിഷയം കശ്മീരിലുള്ള റൂസാബെല്ലിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭവിഷ്യപുരാണത്തിൽ ജീസസിനെ കണ്ടു എന്ന് ഒരു രാജാവ് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാതിരിക്കാൻ കഴിയില്ല. കുരിശിലേറ്റപ്പെട്ട ജീസസിന്റെ ശവകുടീരം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്? ഈ കുരിശിലേറപ്പെട്ടതിന് ശേഷം ജീസസ് ക്രൈസ്റ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അല്ലേ? അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ കുരിശിലേറ്റതിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം തന്റെ പ്രബോധനങ്ങളുമായി കിഴക്കോട്ട് സഞ്ചരിച്ചിരിക്കാമെന്നും കാശ്മീരിൽ എത്തിയിരിക്കാമെന്നും കരുതപ്പെടുന്നവരുണ്ട്. ഇതിന്റെ കാരണം ജീസസിന്റെ കാണാതായ കാലഘട്ടമുണ്ടല്ലോ, ആ ബൈബിളിൽ പരാമർശിക്കപ്പെടാത്ത കാലഘട്ടം, 12 വയസ്സിന് ശേഷമുള്ള കാലഘട്ടം. ഈ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപക്ഷെ പലപ്പോഴായിട്ട് ഹിമാലയൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ വിശാല ഇന്ത്യയിൽ വന്നിരിക്കാം. നമ്മൾ അന്നത്തെ ഇന്ത്യയെ ഇന്നത്തേതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. കാലഘട്ടം തീർത്തും ഡിഫറൻ്റ് ആണ്. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് പോകാൻ, അവിടെ പോയി പഠിക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടികൾ ഈ രാജ്യത്തുണ്ടോ? യൂറോപ്പിലേക്ക് പോകാനായിട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തൊരു ഉത്സാഹമാണ്. കാരണം യൂറോപ്പും അമേരിക്കയും ഒക്കെ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ വളരെ മുന്നിലാണ്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നു, മികച്ച ഫെസിലിറ്റീസ് ഉണ്ട്, കഴിവുള്ളവർക്ക് എല്ലാ മേഖലയിലേക്കും ഉയർന്നു പോകാനുള്ള അവസരം അവിടെ ഇന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2000 വർഷം മുമ്പത്തെ കാലത്ത് ഏറ്റവും അധികം യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നതും ഏറ്റവും അധികം അറിയപ്പെട്ടിരുന്നതും സമൃദ്ധവുമായിരുന്ന രാജ്യം അന്നത്തെ ഇന്ത്യയാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തും പിന്നീട് വന്ന വിക്രമാദിത്യന്റെ കാലഘട്ടത്തിലും ശാലിവാഹന രാജാവിന്റെ കാലത്തും ഒക്കെ തന്നെ
ഈ പറയുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ അതിർത്തി വെച്ച് നിങ്ങൾ ചിന്തിക്കുകയരുത്. ഇറാനും അഫ്ഗാനിസ്ഥാനും ചൈനയുടെ ഭാഗങ്ങളും സെൻട്രൽ ഏഷ്യയും പലപ്പോഴും ഗ്രീക്ക് വരെ നീളുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് നീളുന്ന തരത്തിൽ വളരെ വിശാലമായിരുന്ന സാമ്രാജ്യങ്ങളായിരുന്നു, ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളായിരുന്നു. അപ്പൊ അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരം അക്കാലത്ത് നിലനിന്നിരുന്നു. ഇന്ത്യയുടെ കൾച്ചർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. അപ്പോ അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്നതാണ് അന്ന് ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ അന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ്. ഈവൻ പാകിസ്ഥാൻ പോലും ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് വളരെ വിശാലമായ രാജ്യമായിരുന്നു ഇന്ത്യ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസ്കാരത്തെ കുറിച്ച് ജീസസിന് മാത്രമല്ല അന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാം. ഗ്രീക്കുകാർക്കറിയാം, ഈജിപ്തിലുള്ളവർക്കറിയാം, അന്നത്തെ എല്ലാവർക്കും അറിയാം. അപ്പൊ ജീസസ് തീർച്ചയായിട്ടും അദ്ദേഹം പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറിവ് തേടി അദ്ദേഹം പോവുകയാണെങ്കിൽ അക്കാലത്ത് അമേരിക്കയിലോട്ടോ യൂറോപ്പിലോട്ടോ പോയിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം വരാൻ സാധ്യതയുള്ള ഏക പ്രദേശം അന്നത്തെ ഇന്ത്യയാണ്. അന്നത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇറാനിൽ വന്നാലും അഫ്ഗാനിസ്ഥാനിൽ വന്നാലും ഒക്കെ അത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നുവെങ്കിലും അക്കാലത്തെ ഏത് സാമ്രാജ്യമാണോ ഭരിച്ചിരുന്നത് ആ സാമ്രാജ്യത്തിലേക്ക്, അതിപ്പോ മൗര്യന്മാരാണെങ്കിൽ മൗര്യന്മാരുടെ രാജ്യത്തേക്ക്, അങ്ങനെയായിരുന്നു വന്നിരുന്നത്. അപ്പൊ ജീസസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ നിന്ന് യോഗ അടക്കമുള്ള വിദ്യകൾ അദ്ദേഹം സ്വായത്തമാക്കുകയും ബുദ്ധനും ജൈനനും ഒക്കെ ബോധോദയം ഉണ്ടായതുപോലെ തന്നെ ജീസസ് അദ്ദേഹത്തിന്റെ അസ്തിത്വം തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതും അവിടെയുള്ള ജനങ്ങളെ അറിവിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് ശ്രമിച്ചതും. ഇതെല്ലാം ചില സാധ്യതകളാണ് കേട്ടോ. ഞാനിതൊന്നും സത്യമാണ് എന്ന് പറയാനേ അല്ല ശ്രമിക്കുന്നത്, ഒരു പോസിബിലിറ്റി മാത്രം. അപ്പൊ അങ്ങനെ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമൂഹം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടം അദ്ദേഹത്തിനെതിരെ തിരിയുകയും അദ്ദേഹത്തെ കുരിശിലേറ്റുകയും ചെയ്യുകയാണ്. താൻ നേടിയെടുത്ത ജ്ഞാനം, അറിവ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ കുരിശിലേറ്റലിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. കാരണം അദ്ദേഹം ആത്മജ്ഞാനം നേടിയ, ബോധോദയം സംഭവിച്ച ദൈവീകനായ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ നിന്ന് ആ കുരിശിൽ നിന്ന് രക്ഷപ്പെടുകയും തിരിച്ചു വീണ്ടും ഹിമാലയത്തിലേക്കോ അല്ലെങ്കിൽ അന്നത്തെ വിശാലമായ ഇന്ത്യയിലേക്കോ വന്നിരിക്കാനുള്ള സാധ്യതയാണ് മേൽപ്പറഞ്ഞ ആ ഒരു ഖബർ അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ശവകുടീരം അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ നിലവിലുള്ളത്. അപ്പോ ഈ ശവകുടീരത്തിനടുത്തായിട്ട് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന കാൽപ്പാടുകളില് കുരിശിലേറ്റപ്പെട്ടവർക്കുണ്ടാകുന്ന മുറിവുകൾക്ക് സമാനമായ ചില അടയാളങ്ങളൊക്കെ കാണാമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ശവസംസ്കാര രീതിയും ഈ ഒരു ജീസസിൻ്റെതായിരിക്കാം ഈ ഒരു ശവകുടീരം എന്ന് പറയുന്നതിനൊരു കാരണമാണ്. ഖബറിടം വടക്ക് തെക്ക് ദിശയിലല്ല ഇരിക്കുന്നത്, മറിച്ച് യഹൂദ ആചാരപ്രകാരം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ യഹൂദനായിട്ടുള്ള ജീസസിൻ്റെതാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഈ ഒരു വാദം അല്ലെങ്കിൽ ഇത് ജീസസിൻ്റെതാകാം എന്ന് പറയുന്ന ഒരു ആശയം കൂടുതൽ പ്രചാരത്തിലാകുന്നത് 1899 മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ആളാണ് ഇത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഹോൾഗർ കേർസ്റ്റൺ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ഗവേഷകൻ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മറുവാദങ്ങളും ഞാൻ പറയാം. പ്രാദേശിക മുസ്ലിം സമുദായവും ചരിത്രകാരന്മാരും ഈ ഒരു വാദം തള്ളിക്കളയുന്നുമുണ്ട്. ഇതൊരു പ്രാദേശിക മുസ്ലിം പുണ്യപുരുഷന്റെ കബറിടമായിട്ട് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകളും ഈ വാദത്തെ അംഗീകരിക്കുന്നൊന്നുമില്ല. യേശുവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള ബൈബിൾ വിശ്വാസത്തിന് വിരുദ്ധമാണ് ഇത് എന്നാണ് അവർ കരുതുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ട് രീതിയിൽ കാണണം. വിശ്വാസപരമായിട്ടാണെങ്കിൽ ബൈബിൾ പറയുന്നതിന് മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. മറിച്ച് നമ്മൾ ഒരു ചരിത്ര പുരുഷനായി കൂടെ ജീസസിനെ കാണുകയാണെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യയിൽ വരാനും ഇത് അദ്ദേഹത്തിന്റെ ശവകുടീരമാകാനും ഒക്കെയുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ മറ്റു തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും അത് സ്ഥാപിക്കാനൊന്നും പറ്റില്ല. ചില സംശയങ്ങളോ സാധ്യതകളോ ആയിട്ടൊക്കെ അതങ്ങനെ നിലനിൽക്കും. ഇനി യേശു ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നു എന്നത് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ഞാൻ അവിടെയാണ് മനസ്സിലാക്കാനായിട്ട് നേരത്തെ പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും ഇല്ലാത്ത ഇന്ത്യയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ളപ്പോഴുള്ള ഇന്ത്യ എന്ന് പറയുന്നത് മ്യാൻമാറും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അടക്കം ഉൾപ്പെടുന്ന ഇന്ത്യയാണ്. ഇന്നത്തെ ഈ RSS ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡ ഭാരതം യഥാർത്ഥത്തിൽ അഖണ്ഡ ഭാരതം ഇതുമല്ല. അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ കൾച്ചർ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഏരിയകളെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വിശാലമായിട്ട് അശോക ചക്രവർത്തിയുടെ കാലത്ത്, നമ്മൾ ഈ അടുത്തിടെ വീഡിയോ ചെയ്തതാണ്, അശോക ചക്രവർത്തിയുടെ കാലത്ത് ഈജിപ്തും അതുപോലെ നമ്മുടെ ഇസ്രയേലും അടക്കമുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് അടക്കമുള്ള അന്നത്തെ മറ്റ് ചെറുതും വലുതുമായ സാമ്രാജ്യങ്ങൾ മൗര്യ സാമ്രാജ്യത്തിന് വിധേയപ്പെട്ടവരായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിന് കപ്പം കൊടുത്തിരുന്നു. അത്രമാത്രം വിശാലമായിരുന്നു മൗര്യ സാമ്രാജ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, യൂറോപ്പും മിഡിൽ ഈസ്റ്റും
ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ വരുന്ന ഈജിപ്തും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന ഇന്തോനേഷ്യയും അല്ലെങ്കിൽ ഇങ്ങ് നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്ടിൽ വരുന്ന ചോളന്മാരും അടക്കം എല്ലാവരും അംഗീകരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു അന്നത്തെ അശോക ചക്രവർത്തി. അതിനുശേഷം പിന്നീട് അങ്ങനെ വന്നത് വിക്രമാദിത്യനാണ്. ഇവർക്കൊക്കെ മറ്റ് രാജ്യങ്ങൾ കപ്പം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയെ അന്നത്തെ ലോക രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഇവിടേക്കെല്ലാം ഇന്ത്യൻ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ചൈനയിലോട്ട് ഇന്നത്തെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് കിടന്ന പ്രദേശങ്ങളാണ്. അതോടൊപ്പം തദ്ദേശീയമായ സംസ്കാരങ്ങളും അതിനോട് ഇഴുകിച്ചേർന്ന് കിടന്നിരുന്നു. ഇതിന്റെ കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതായത് ഈ അക്കാലത്ത് എങ്ങനെയാണ് ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിലനിന്നിരുന്നത്? അതിന് കാരണം വേദങ്ങളായിരുന്നു. ശരിക്കും എല്ലാ മതങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് വേദങ്ങളായിരിക്കും. വേദങ്ങളിൽ ഒരു വാചകമുണ്ട്, ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. സത്യം ഒന്നേ ഉള്ളൂ, വിദ്വാൻമാർ അതിനെ പല പേരിൽ വിളിക്കുന്നു. ഇത് ഋഗ്വേദത്തിലെ ഒരു വാക്യമാണ്. ആദ്യത്തെ ഗ്രന്ഥമായ ചരിത്രത്തിൽ മനുഷ്യനുണ്ടാക്കിയ ആദ്യ ഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദത്തിലെ ഒരു വാചകമാണത്. എന്ന് വെച്ചാൽ എല്ലാവരും പല പേരിൽ പല രൂപത്തിൽ വിളിക്കുന്നത് ഒന്നിനെയാണ്, അതായത് ദൈവത്തെയാണ്. അത് ഏകദൈവം ആയാലും ബഹുദൈവം ആയാലും ഏത് രൂപത്തിൽ നിങ്ങൾ ആരാധിക്കുന്നതും ആത്യന്തികമായി ഒരേ സത്യത്തെയാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോ എക്സിസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു അക്കാലത്ത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.